ലൂർദ് മാതാവിനരികിൽ വീണ്ടും സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. ഈ ഒരു സുന്ദരമായ നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു, മറ്റൊന്നിനും വേണ്ടിയല്ല. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, തിരഞ്ഞെടുപ്പിനൊക്കെ കുറച്ച് മുമ്പേ തന്നെ തൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നേർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ച സമയത്ത് ഇവിടെയുള്ള ഇടത് വലത് കേന്ദ്രങ്ങൾ, തീവ്ര ചിന്താഗതിക്കാർ, സകല ആളുകളും, അതേപോലെ തന്നെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഈ സ്വർണ്ണ കിരീടത്തിൽ എത്ര ചെമ്പുണ്ട്, അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഒരു സ്വർണ്ണ കിരീടമൊക്കെ പണി കഴിപ്പിക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ചെമ്പ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർണ്ണ കിരീടമൊക്കെ പണി കഴിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് തോന്നിയതുപോലെ വളരെ മോശമായ രീതിയിൽ ഇതൊക്കെയായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർത്തി ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ലൂർദ് മാതാവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതൊരിക്കലും ജനം അംഗീകരിക്കില്ല. ഇതിനുള്ള മറുപടി തൃശ്ശൂരിലെ ജനത ഇടതിനും വലതിനും കൃത്യമായിട്ട് കൊടുക്കുമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞു. അതേപോലെ തന്നെ തൃശ്ശൂരിലെ റിസൾട്ട് വന്ന സമയത്ത് സുരേഷ് ഗോപി വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിക്കുകയും ചെയ്തു. വിജയിച്ച് മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് ലൂർദ് മാതാവിന് അരികിൽ സുരേഷ് ഗോപി എത്തി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സകലതും മറന്നുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടായിരുന്നു നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പ്രാർത്ഥനയും സകലതും നമ്മളെല്ലാവരും തന്നെ വളരെയേറെ സന്തോഷത്തോടു കൂടി കാണുകയും ചെയ്തു. ഈ ഒരു സന്ദർശനത്തിൽ ഒരു സ്വർണ്ണ കൊന്ത സമർപ്പിക്കുകയും ചെയ്തു. ഇവിടെയുള്ള ഇടത് വലത് തീവ്ര ചിന്താഗതിക്കാരോട് ചോദിക്കാനുള്ളത്, നിങ്ങളിനി ഈ സ്വർണ്ണ കൊന്തയിലെ അളവെടുക്കാൻ വരുന്നോ? ഇനി ഒരുത്തനും വരില്ല. ഒന്നിൻ്റെ അളവെടുത്തതിൻ്റെ ക്ഷീണം ഇന്നും ഇത്തരം കേന്ദ്രങ്ങൾക്കൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ട് എത്തിയതോടുകൂടിയിട്ട്, ജനങ്ങൾ വിജയിപ്പിച്ചതോടുകൂടിയിട്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനമായിട്ട് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹം മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള EK നായനാരുടെ ഓർമ്മകളുള്ള വീട്ടിലേക്കെത്തി. അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള K കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിലേക്കെത്തി. ഇതൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എതിർഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുക, ഇതൊക്കെയാണ് ഒരു നിലവാരമുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പുതുതലമുറ വളരെ വളരെ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കുന്നു. സുരേഷ് ഗോപിയെ മനസ്സിലാക്കുന്നു, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മനസ്സിലാക്കുന്നു. ഇതിലൂടെയൊക്കെ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കുവൈത്തിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 23 മലയാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആ 23 മലയാളികളും നമ്മുടെ നാട്ടിൽ ആ മൃതദേഹങ്ങൾ എത്തിച്ച സമയത്ത് നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കാണുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി അവിടെയുണ്ട്. മുഖ്യമന്ത്രി എന്തോ രാജാവിനെ പോലെ, ഈ ജനങ്ങളൊന്നും വിജയിപ്പിച്ചതല്ല, രാജാവായിട്ട് അങ്ങ് വന്ന രീതിയിലാണ് നിൽപ്പൊക്കെ. അങ്ങനെ നിന്നുകൊണ്ട് മൃതദേഹങ്ങൾക്ക് മുന്നിലൊക്കെ തന്നെ ബൊക്ക വെച്ചിട്ടുണ്ട്, നെഞ്ച് വിരിച്ച് ബൊക്കയും വെച്ച് അദ്ദേഹം അങ്ങ് മുന്നോട്ട് പോയി. അതേസമയം സുരേഷ് ഗോപി അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഓരോ മൃതദേഹങ്ങൾക്ക് മുന്നിലും റോസാപ്പൂ വെച്ചുകൊണ്ട് കൈകൂപ്പി വണങ്ങിയാണ് അദ്ദേഹം 23 മൃതദേഹങ്ങൾക്ക് മുന്നിലൂടെയും നടന്ന് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കുടുംബാംഗങ്ങളുടെ അടുത്തു പോയിട്ട് കെട്ടിപ്പിടിച്ച് സകല അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അടുത്ത് ഇടവൈകി മുന്നോട്ട് പോയി. അതേസമയം പിണറായി വിജയൻ ഇവരൊക്കെയായി ബന്ധപ്പെട്ടുള്ള കുടുംബാംഗങ്ങളുടെ അടുത്തു പോയിട്ടൊന്നും ഒരക്ഷരം മിണ്ടിയതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടില്ല.
നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സന്ദർഭത്തിൽ പോലും പിണറായി വിജയനും വീണ ജോർജും ഒക്കെ ഉയർത്തുന്നത് മോദിക്കെതിരെ ഞങ്ങളെ കുവൈത്തിലേക്ക് വിട്ടില്ലോ എന്ന്. ഇവരൊക്കെ ഇവിടെ നിന്ന് എന്ത് ഉണ്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കുവൈത്തിൽ ചെയ്യാനുള്ള സകലതും ചെയ്തത് കൊണ്ടാണ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഒരു ദുരന്തമുണ്ടായിട്ട് വളരെ പെട്ടെന്ന് സകല മൃതദേഹങ്ങളും ഇവിടെ എത്തുന്നതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ മികവ് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ സുരേഷ് ഗോപി എന്ത് ചെയ്തു? ബിനോയ് തോമസ് എന്ന അവിടെ വെച്ച് മരണപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക്, തൻ്റെ മണ്ഡലത്തിലുള്ള ഈ വ്യക്തിക്ക് വീടുണ്ടാക്കാനുള്ള പ്രഖ്യാപനവും നടത്തി. വീണ ജോർജ് എന്ത് ഉണ്ടയാ പ്രഖ്യാപിച്ചത്? പിണറായി വിജയൻ എന്താണ് വീട് ആർക്കെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ തന്നെ സകല ആളുകളും സുബോധം വെച്ചിട്ട് ഇതൊക്കെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം തെളിയുന്നുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് വരും നാളുകളിൽ ജനം അംഗീകരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു രാഷ്ട്രീയത്തിനാണ് നമ്മുടെ കേരളത്തിൽ ഇനി പിന്തുണ കൂടാനും പോകുന്നത്.